ചരിത്രപ്രസിദ്ധമായ ഒരു സത്യപ്രതിജ്ഞയാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. ഇത്ര വലിയ ഒരു സത്യപ്രതിജ്ഞ മഹാമഹം അടുത്തെങ്ങും നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, പിന്നെ ചന്ദ്രബാബു നായിഡു, പിന്നെ സിനിമാക്കാരാണെങ്കിൽ ഇഷ്ടം പോലെ സൽമാൻ ഖാൻ, ഈ ഖാൻ, ആ ഖാൻ, അവർ ക്രിക്കറ്റുകാർ സച്ചിൻ തെണ്ടുൽക്കർ, സച്ചിൻ അല്ലാത്ത തെണ്ടുൽക്കർ, എനിക്കറിയാമല്ല, അവരുടെയൊക്കെ ഭാര്യമാർ, പിന്നെ അതുകൂടാതെ ഒരു 19,000 കടൽ പോലത്തെ ജനങ്ങളും ഒക്കെയായിട്ട് സത്യപ്രതിജ്ഞ. അതാണ് ഞാൻ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള സത്യപ്രതിജ്ഞ എന്ന് പറയാൻ കാര്യം. മറ്റൊരു കാര്യം കൊണ്ടും ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. അതേപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സത്യപ്രതിജ്ഞ ചെയ്തത് ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രി, ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി, അജിത് പവാർ ഉപമുഖ്യമന്ത്രി. ഈ ഉപമുഖ്യമന്ത്രി എന്നുള്ളതിന് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല, അങ്ങനെ ഒരു സ്ഥാനവുമില്ല. ഭരണഘടനയിൽ ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു സ്ഥാനമില്ല, ഉപപ്രധാനമന്ത്രിയുമില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, ആദ്യത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ സർദാർ പട്ടേൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു. പട്ടേലിനും അറിയാം ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, നെഹ്റുവിനും അറിയാം, എല്ലാവർക്കും അറിയാം. അന്ന് അംബേദ്കർ ജീവനോടെയുണ്ട്, അങ്ങേർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ചെയ്തു. അങ്ങനെ മുന്നോട്ട് വന്ന് നമ്മളുടെ വാജ്പേയി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ലാൽ കൃഷ്ണ അദ്വാനി ഉപപ്രധാനമന്ത്രി. എല്ലാവർക്കും അറിയാം അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതൊരു ഓർണമെൻ്റൽ പോസ്റ്റാണ്. നിങ്ങൾക്ക് മറ്റ് കടലാസിൽ എഴുതി വയ്ക്കാം എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഉപമുഖ്യമന്ത്രിയെന്നോ ഉപപ്രധാനമന്ത്രിയെന്നോ പറയാൻ സാധ്യമല്ല. കാരണം സത്യപ്രതിജ്ഞയുടെ ഫോർമാറ്റ് ഭരണഘടനയിലുമുണ്ട്. ആ ഫോർമാറ്റിലുള്ള കാര്യമേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി, മന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി, ഇതിനിടയ്ക്കൊരു സ്ഥാനമില്ല. പക്ഷേ ഇതെങ്ങനെ വന്നു? പിന്നെ ആളുകളുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് വന്നു. ഒന്ന് ഈഗോ സാറ്റിസ്ഫാക്ഷൻ, വേറൊന്ന് അവരുടെ പ്രാധാന്യം മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്ന് വരുത്താനായിട്ട്. ഇപ്പോൾ അദ്വാനിയുടെ കാര്യത്തിലും സർദാർ പട്ടേലിൻ്റെ കാര്യത്തിലും ഒരു കാര്യം വ്യക്തമാണ്, അവരിങ്ങനെ ഈഗോ പ്രശ്നമുള്ളവരല്ല. പിന്നെ എന്തുകൊണ്ട് ഈ ഉപസ്ഥാനം അവർ സമ്മതിച്ചു എന്നാൽ മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റായിട്ട് രണ്ട് പ്രധാനമന്ത്രിമാരെ വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം നെഹ്റുവിന് തുല്യനാണ് പട്ടേൽ എന്ന് വരുത്താൻ, അദ്വാനിക്ക് വാജ്പേയിക്ക് തുല്യനാണ് അദ്വാനി എന്ന് വരുത്താൻ മറ്റുള്ളവർ നിർബന്ധിച്ച് അവരുടെ തലയിൽ വെച്ചതാണ് ഈ ഉപപ്രയോഗം. അത് പിന്നീട് മാറി മാറി ഉപയാകുന്നത് വലിയൊരു കാര്യമാണ് എന്ന് വന്നു. അങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ 2 ഉപമുഖ്യമന്ത്രിമാരുള്ളത്. പല സ്ഥലത്തും ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഉത്തർപ്രദേശിലുണ്ട് 2 ഉപമുഖ്യമന്ത്രിമാർ. യോഗി ആദിത്യനാഥിനൊപ്പം ഞങ്ങൾക്കും തലപ്പൊക്കം വേണം എന്നാഗ്രഹിക്കുന്ന 2 പേര്. അവരുടെ പേര് നിങ്ങൾക്കറിയില്ലല്ലോ? ഇല്ല, എനിക്കും അറിയില്ല. എന്ത് വാങ്ങിക്കോട്ടെ, അങ്ങനെ 2 പേരുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സംഭവിച്ചത്, കഴിഞ്ഞ നവംബർ 23-നാണ് റിസൾട്ട് വരുന്നത് മഹാരാഷ്ട്രയിൽ. സത്യപ്രതിജ്ഞ നടക്കുന്നതോ ഡിസംബർ 5-ന്. ഏകദേശം 12ാമത്തെ ദിവസമാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഈ 12 ദിവസം നടന്ന പുകിൽ നിങ്ങളാരെങ്കിലും അറിഞ്ഞിരുന്നോ? കേരളത്തിലെ പത്രങ്ങൾ പോലും ഒരു കോളത്തിലോ മറ്റോ കൊടുത്തെങ്കിലായി. മഹാരാഷ്ട്രയിൽ നിന്നും ഭാരതത്തിലെ ഒരു സംസ്ഥാനമല്ലല്ലോ കേരളം. കേരളം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മറ്റേ കൊറിയ, മറ്റേ ഇയാളുടെ ചെഗുവേരയുടെ സ്ഥലമുണ്ടല്ലോ, അതുപോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഭൂമിയിലുള്ളത്. ബാക്കി സ്ഥലങ്ങളൊന്നും ഭൂമിയിലില്ല. അല്ലെങ്കിൽ വല്ല വെള്ളപ്പൊക്കമോ ഭൂചലനമോ വല്ലതും വന്നാൽ അവർ കവർ ചെയ്യും. അതുകൊണ്ട് ആരും ഇതറിഞ്ഞില്ല, മൈൻഡ് ചെയ്തില്ല. മഹാരാഷ്ട്രയിൽ വലിയ കലക്കം നടക്കുകയായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് 132 സീറ്റ്, ആകെ 288 സീറ്റാണ്. BJP 132,
BJPയുടെ സഖ്യകക്ഷിയായ ശിവസേന ഏകനാഥ് ഷിൻഡെയുടെ അയാൾക്ക് 57, അജിത് പവാറിന് 41. ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ക്ലിയർ ഭൂരിപക്ഷമായി. ഹിന്ദുത്വത്തിൻ്റെ വിജയം. അവിടെ ക്യാമ്പയിൻ ചെയ്ത പ്രധാനി യോഗി ആദിത്യനാഥായിരുന്നു. ബട്ടേങ്കെ തോ കട്ടേങ്കെ എന്നുള്ള മുദ്രാവാക്യം, പ്രധാനമന്ത്രിയുടെ ഏക് ഹേ തോ സേഫ് ഹേ എന്ന മുദ്രാവാക്യം, ഇത് ഹിന്ദുക്കളെ ഒന്നിപ്പിച്ചു. അങ്ങനെ ഓവർവെൽമിംഗ് ആയിട്ട് ഹിന്ദുക്കൾ വോട്ട് ചെയ്തു. ഇപ്പുറത്ത് ഉദ്ധവ് താക്കറെ ദയനീയമായിട്ട് 20 സീറ്റിൽ ഒതുങ്ങിപ്പോയി. കോൺഗ്രസ്സിന് 16 സീറ്റോ മറ്റോ ആയിപ്പോയി. ശരത് പവാറും അതിനടുപ്പിച്ചൊക്കെ നിന്നു. ഇവരുടെയൊക്കെ അഡ്രസ്സ് നഷ്ടപ്പെട്ടു. BJPക്ക് വേണമെങ്കിൽ സ്വതന്ത്രന്മാരെ കൂട്ടി, NDAയിൽ വേറെയും ചെറിയ ചെറിയ പാർട്ടികളുണ്ട് കേട്ടോ, 1 സീറ്റ് 2 സീറ്റൊക്കെയുള്ള പാർട്ടികളുണ്ട്. അവരെയൊക്കെ കൂട്ടിയിട്ട് BJPക്ക് വേണമെങ്കിൽ ഭരിക്കാം. ശിവസേനയോടും അജിത് പവാറിൻ്റെ NCPയോടും പോടാപില്ല എന്ന് പറയാം. ബട്ട് BJP അത് ചെയ്യാറില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളപ്പോഴും BJP അത് ചെയ്തിട്ടില്ല. കേന്ദ്രത്തിലും ചെയ്തിട്ടില്ല, മറ്റൊരു സംസ്ഥാനത്തിലും ചെയ്തിട്ടില്ല. കേന്ദ്രത്തിൽ ആദ്യത്തെ മോദി സർക്കാരിനും രണ്ടാമത്തെ മോദി സർക്കാരിനും സ്വയം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. BJPക്ക് മാത്രമായിട്ട് 272 കൂടുതൽ സീറ്റും ഉണ്ടായിരുന്നു. എന്നിട്ടും ശിരോമണി അകാലിദളിനും ചിരാഗ് പസ്വാനും ജിതൻ റാം മാഞ്ചിക്കും എല്ലാം അവർ മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്തിട്ട് മാന്യമായിട്ട് നിലനിർത്തി. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് 132 സീറ്റുള്ള BJP അതിൻ്റെ നേതാവായ ദേവേന്ദ്ര ഫഡ്നാവിസ്, അയാളെ മുഖ്യമന്ത്രിയാക്കാൻ ഏകനാഥ് ഷിൻഡെയ്ക്ക് ഇഷ്ടമില്ല. തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് ഷിൻഡെ. ഇതെങ്ങനെ സമ്മതിക്കും? 132 സീറ്റുള്ള ആൾ മുഖ്യമന്ത്രിയാവാൻ പാടില്ല, 57 സീറ്റുള്ള ആൾ മുഖ്യമന്ത്രിയാവണം. ഇതെങ്ങനെ സമ്മതിക്കും? അപ്പോഴാണ് മഹാരാഷ്ട്രയുടെ തൊട്ട് പിന്നിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ നോക്കേണ്ടത്. 2014 മുതൽ 19 വരെ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിരുന്നു. അൺചലഞ്ചഡായിട്ട് പോയി. ശിവസേനയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. 2019 ശിവസേന തെറ്റി, ഉദ്ധവ് താക്കറെ തെറ്റി. അയാൾക്ക് മുഖ്യമന്ത്രിയാവണം, പറ്റില്ല എന്ന് BJPക്ക് അന്ന് 105 സീറ്റ്, ഉദ്ധവ് താക്കറേക്ക് അതിൽ താഴെയാണ്. ഐ തിങ്ക് അറൗണ്ട് 70 സംതിങ്, 60 or 70. ഏതായാലും ഇതങ്ങ് പൊളിഞ്ഞു. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കുന്ന പ്രശ്നമില്ല എന്ന് BJP തീർത്തു പറഞ്ഞു. ഉദ്ധവ് താക്കറെ പിണങ്ങി. കോൺഗ്രസ്, ശരത് പവാറിൻ്റെ NCP ഇവരുമൊക്കെ ആയിട്ട് ചേർന്ന് മന്ത്രിസഭയുണ്ടാക്കാൻ ശ്രമിച്ചു. ദേവേന്ദ്ര ഫഡ്നാവിസ് അജിത് പവാറിനെ NCPയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് വെളുപ്പിന് ഗവർണറെ കൊണ്ട് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിട്ടും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ MLAമാരുടെ എണ്ണം തികഞ്ഞില്ല. പിറ്റേ ദിവസം തന്നെ രാജിവെക്കേണ്ടി വന്നു. ഉദ്ധവ് താക്കറെ ഒരു മന്ത്രിസഭ മാനേജ് ചെയ്തു. അയാൾ മുഖ്യമന്ത്രിയായി, ജന്മസാഫല്യമായി. ബട്ട് ഇതായിക്കഴിഞ്ഞപ്പോൾ എന്തായി? ഇദ്ദേഹത്തിൻ്റെ ആദർശം കൈവിട്ടു പോയി. ശിവസേനയ്ക്കും BJPക്ക് എല്ലാ പാർട്ടിക്കും ഉണ്ടല്ലോ ഒരു കോർ ആദർശമുണ്ട്. നമ്മളെത്രയൊക്കെ അവർ കറക്റ്റാണ്, അങ്ങനെയാണ്, തെമ്മാടികളാണ്, ഇതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോർ ഒരു ആദർശം ഒരു പാർട്ടിക്കുണ്ട്. അത് കളഞ്ഞു ഒളിച്ചാൽ ജനം പിന്നെ അവരെ വകവയ്ക്കില്ല. ഇത് ശരിയാവില്ല എന്ന് പറയും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി എന്നുള്ള വാക്കൊന്നും ഇപ്പോൾ ഉച്ചരിക്കാറില്ല. പക്ഷേ അവരുടെ ഒരു കോർ എന്ന് പറയുന്നത് തൊഴിലാളി വർഗം ആണ്. തീരെ അവർ തൊഴിലാളി വർഗത്തെ ഉപേക്ഷിച്ചു എന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ നഷ്ടപ്പെട്ടതായിട്ട് അവർ കൂട്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല സ്ഥലത്തും തകർന്ന് ഇല്ലാതായി പോയതിൻ്റെ ഒരു കാര്യം ഇതാണ്. അവരുടെ ബേസ് അവർക്ക് നിലനിർത്താൻ പറ്റിയില്ല. അവർ സുഖലോലുപരാകുകയും മുതലാളിമാരുമായിട്ട് കൂട്ടുപിടിക്കുകയും ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നില്ലേ? തൊഴിലാളിയാണോ മുതലാളിയാണോ പിണറായി വിജയൻ്റെ കൂട്ടുകാരൻ? തൊഴിലാളിയല്ല. പിണറായി വിജയൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു, കേരളത്തിൽ തന്നെ യാത്ര പോകുന്നു, താമസിക്കുന്നത് എവിടെയാണ്? ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ. പോട്ടെ, വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആരുടെ വീട്ടിൽ താമസിക്കും? മിനിമം യൂസഫ് അലിയുടെ വീട്ടിൽ താമസിക്കും, അല്ലേ? ഇതാണ്. അപ്പോൾ ഞാനതിന് കുറ്റം പറയില്ല. യൂസഫ് അലിയെ ഞാൻ കുറ്റം പറയില്ല, പിണറായി വിജയനും കുറ്റം പറയില്ല. ബട്ട് ജനങ്ങൾ നോക്കിക്കഴിയുമ്പോൾ
ഈ തൊഴിലാളി വർഗ്ഗം അവർക്കും ഒരു വീടുണ്ടല്ലോ, അവിടെ മുഖ്യമന്ത്രിക്ക് കിടന്നാൽ എന്താ സെക്യൂരിറ്റി ഇല്ലേ? പോലീസ് എല്ലാ സ്ഥലത്തും കാവൽ നിൽക്കാമല്ലോ. ഒരു മീഡിയം ക്ലാസ് വീട്ടിൽ താമസിക്കാമല്ലോ, ചെയ്യില്ല. അപ്പം ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. ഉദ്ധവ് താക്കറേക്കും ഇത് സംഭവിച്ചു. ബാൽ താക്കറെ ഹിന്ദുത്വത്തിൽ ഉറച്ചു നിന്ന ആളായിരുന്നു, വീരശൂര പരാക്രമിയായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതേയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാൽ താക്കറെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡ് മെമ്പറായിട്ട് പോലും മത്സരിച്ചിട്ടില്ല. പുള്ളിക്കൊരിക്കൽ പുള്ളിയുടെ ഒരു പ്രസംഗം എന്തോ കുഴപ്പമാണ്, വർഗീയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പുള്ളിയെ ശിക്ഷിച്ചു. എന്താണെന്നറിയാമോ? 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടാ. ആ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ പറഞ്ഞു, 60 വർഷത്തേക്ക് മത്സരിക്കുന്നു, എനിക്കൊന്നുമില്ല, ഞാൻ ഇന്ന് വരെ മത്സരിച്ചിട്ടില്ല എൻ്റെ കോടതി, പിന്നെ നിങ്ങൾ മത്സരിക്കരുതെന്ന്. ഞാനില്ലാന്ന് മത്സരിക്കാൻ. ഈ മത്സരിക്കുന്നവനെ കൊണ്ട് ജോലി ചെയ്യിക്കാനാണ് ഞാനിരിക്കുന്നത്. ആര് മത്സരിക്കണം, ആര് ജയിക്കണം, അവൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും. അല്ല ഞാൻ പോയി മത്സരിച്ച് അതിൽ തലവെച്ച് ഏടാ കൊടുത്തിന് ഞാനില്ല. ഇതായിരുന്നു ബാൽ താക്കറയുടെ സ്റ്റേച്ചർ. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അങ്ങേരുടെ മകൻ ഈ കോൺഗ്രസിൻ്റെ കൂടെ പോയി മതേതരത്വമൊക്കെ പറയാൻ തുടങ്ങി. അപ്പം തന്നെ ഗ്യാസ് പോയില്ലേ. ദ മൊമെൻറ്റ് സെക്യുലറിസം എന്നുള്ള വേർഡൊക്കെ ഇയാൾ ഉച്ചരിക്കുകയും മറ്റേ മുസ്ലിങ്ങളുടെ തൊപ്പി മേടിച്ച് തലയിൽ വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള വിലയങ്ങ് പോയി. മാത്രമല്ല മുസ്ലിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ബാൽ താക്കറയുടെ വീടാണ്, അതിനു മുമ്പിൽ മാധോശ്രീ എന്നാണ് ആ വീട്ടിൻ്റെ പേര്. മാധോശ്രീയുടെ മുമ്പിൽ മുസ്ലിങ്ങൾ പ്രകടനം നടത്തി ഉദ്ധവ് താക്കറയ്ക്കെതിരെ. ബാൽ താക്കറെയുള്ള കാലത്താണെങ്കിൽ ആ ഏരിയയിൽ കടക്കാൻ ധൈര്യപ്പെടുകയില്ല മുസ്ലിങ്ങൾ. ഇത് വീട്ടിന് മുമ്പിൽ കുത്തിയിരുന്ന് സത്യാഗ്രഹം നടത്തി മുദ്രാവാക്യം വിളിച്ചു. അധപ്പതിച്ചു പോയി. ഷിൻഡേക്ക് ഇത് താങ്ങാൻ പറ്റിയില്ല. ഷിൻഡെ ഏകദേശം 40-41, 38-41, ഒരു 3 MLA സംശയം ഇങ്ങനെയൊക്കെ ആയിട്ട് ഷിൻഡെ ഉദ്ധവ് താക്കറെ വിട്ട് പ്രത്യേക ഗ്രൂപ്പായി കഴിഞ്ഞാൽ ഇവർക്ക് സംരക്ഷണം കൊടുക്കും. ബോംബെയാണ്, വെട്ടിവെച്ച് തീർത്തുകളയും. എല്ലാം അധോലോകത്തിൻ്റെ കളിയാണ്, അറിഞ്ഞൂടെ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. ഇവരെ ആര് രക്ഷിക്കും? നമ്മളുടെ ഹിമന്ത ബിശ്വ പറഞ്ഞു, കേരള വണ്ടിയിലെല്ലാം കൂടെ ആസാമിൽ വാ, ഞാൻ നോക്കിക്കോളാം നിന്നെ. ആസാമിൽ പോയി ഇവർ. ആസാമിൽ ഹിമന്ത ബിശ്വയാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത്. വേറെ ആർക്കും ധൈര്യമില്ല. മധ്യപ്രദേശിൽ താമസിച്ച വെടിവെച്ചു കൊല്ലും, ഉത്തർപ്രദേശിൽ താമസിച്ച വെടിവെച്ചു കൊല്ലും, ഡൽഹിയിൽ, ഗുജറാത്തിൽ വെടി എപ്പോൾ പൊട്ടു എന്ന് ചോദിച്ചാൽ മതി. ആർക്കും സെക്യൂരിറ്റി ഏറ്റെടുക്കണ്ടേ? മനുഷ്യൻ്റെ ജീവനല്ലേ ഇത്. കാര്യമൊക്കെ ശരി, ഞാൻ നോക്കിക്കോളാം. ഞാൻ കൊണ്ടുപോയി ഹോട്ടലിൽ താമസിപ്പോൾ ആ ഹോട്ടൽ തന്നെ ബോംബ് വെച്ചാൽ എന്ത് ചെയ്യും? ഹിമന്ത ബിശ്വ മാത്രമാണ് പറഞ്ഞത്. ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ മുംബൈ ഗോഹത്തിൽ പറന്നു പോകണം. ആരാ ഇവിടെ? ആസാമിൽ ഒരു ചുക്കിനും വരാൻ പോകുന്നില്ല. ഇങ്ങനെ കൊണ്ടുപോയി താമസിപ്പിച്ച് പിന്നെ നെഗോസിയേഷൻ, അത് ഇത് സ്പീക്കറെ കാണുക, മന്ത്രിസഭ ഉദ്ധവ് താക്കറെ രാജിവെക്കുക, സ്പീക്കർ കുറേ പേര് ഡിസ്ക്വാളിഫൈ ചെയ്യുക, സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുക, ഓൾ സോർട്സ് ഓഫ് ഡ്രാമ. അത് കഴിഞ്ഞപ്പോൾ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഏകനാഥ് ഷിൻഡെയുടെ കയ്യിലുള്ള MLA 41. ദേവേന്ദ്ര ഫഡ്നവിസ് ഉപമുഖ്യമന്ത്രി. ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ കയ്യിൽ MLA 105. ഷിൻഡെയുടെ കയ്യിലുള്ളതിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ. എന്നിട്ടും ഷിൻഡെയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് ദേവേന്ദ്ര ഫഡ്നവിസ് കഴിഞ്ഞു 2.5 വർഷം. ഒരപസ്വരം ഉണ്ടാക്കിയില്ല. കണ്ട് പഠിക്കേണ്ടതാണ് ഫഡ്നവിസിനെ. ദേവേന്ദ്ര ഫഡ്നവിസ് ഇങ്ങനെ മുഖ്യമന്ത്രി ആയിട്ട് 5 വർഷം വാണ മനുഷ്യൻ പിന്നെ വെറും 40-41 സീറ്റുള്ള ഒരുത്തൻ്റെ കീഴിൽ 105 സീറ്റുമായിട്ട് ഉപമുഖ്യമന്ത്രിയായിട്ട് കഴിയുക എന്ന് പറഞ്ഞാലുള്ള നാണക്കേട് ആലോചിച്ച് നോക്ക്. ആ കയ്പുള്ള കഷായം നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞു, നീ ഇത് കുടിക്ക് പാർട്ടിക്ക് വേണ്ടിയിട്ട്. ആ മനുഷ്യനത് കുടിച്ചു. 2-2.25 വർഷം ഷിൻഡെയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓർണമെൻ്റൽ പോസ്റ്റാണ്. ഒരു മന്ത്രിക്കുള്ള അധികാരങ്ങളൊക്കെ ഉള്ളൂ. ഫയലുകൾ ഫൈനലി തീരുമാനമെടുക്കുന്നത് ഏകനാഥ് ഷിൻഡെയാണ്, മുഖ്യമന്ത്രിയാണ്. ശരി, ഇത് ചെയ്തു. ഇത്തവണ 132 സീറ്റ് കിട്ടിയപ്പോൾ ഏകനാഥ് ഷിൻഡെ ആ ഗ്രേസ് കാണിക്കണ്ടേ? ശരി, നീ എൻ്റെ കീഴിൽ ഇരുന്നു, ഇനിയിപ്പം നിൻ്റെ കീഴിൽ ഞാനിരിക്കാം. എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല. നിനക്ക് ഈഗോ പ്രശ്നം ഉണ്ടായിരുന്നില്ല എൻ്റെ താഴെ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് എനിക്ക് നിൻ്റെ താഴെ ഇരിക്കാനും ഈഗോ പ്രശ്നം.
അതല്ലേ രാഷ്ട്രീയ മാന്യത, മര്യാദ, ഒരു ജെൻറ്റിൽമാൻ കാണിക്കേണ്ടതല്ലേ അത്. ഏകനാഥ് ഷിൻഡേക്ക് അത് സാധിച്ചില്ല. ഏകനാഥ് ഷിൻഡെ ഈ ഇക്വേഷൻ അലട്ടുന്നു. എൻ്റെ കീഴിൽ മിനിഞ്ഞാന്ന് വരെ ഉപമുഖ്യമന്ത്രിയായിരുന്നവൻ്റെ കീഴിൽ ഞാൻ മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല. ഏകനാഥ് ഷിൻഡെ തമ്മിൽ കാണാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ 3 പേരും കൂടി കാണാൻ പോവുകയാണ്. അജിത് പവാർ, ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏകനാഥ് ഷിൻഡെ കൂടിക്കാണാൻ പോവുകയാണ് എന്ന് ടി വിക്കാരോട് ഏകനാഥ് ഷിൻഡെ പ്രഖ്യാപിക്കുന്നു. ടി വിക്കാരോടി ഏകനാഥ് ഷിൻഡെയുടെ വീട്ടിൽ പോകുന്നു. ഏകനാഥ് ഷിൻഡെ പറയുന്നു, എനിക്ക് സുഖമില്ല, ഞാൻ ആശുപത്രിയിൽ പോവുകയാണ്. ആ നാണക്കേട് ദേവേന്ദ്ര ഫഡ്നാവിസ് വിഴുങ്ങി. പോട്ടെ, വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഷിൻഡെ വീണ്ടും പറഞ്ഞു, എനിക്ക് ചില മെഡിക്കൽ ടെസ്റ്റ് നടത്താനുണ്ട്, ഞാൻ അതിന് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ നാളെ രാവിലെ കൂടും എന്ന് പറഞ്ഞു. നാളെ രാവിലെ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി കൂടും എന്ന് പറഞ്ഞു. ഇങ്ങനെ നിരക്കി കൊണ്ടുപോയി. എത്ര ദിവസം? 10ാം ദിവസം നിർമ്മല സീതാരാമനും വിജയ് രൂപാണിയും കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളായിട്ട് മുംബൈയിൽ വരുന്നു. BJPയുടെ പാർലമെൻ്ററി യോഗം കൂടുന്നു. പാർലമെൻ്ററി പാർട്ടി യോഗം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇന്ന് വരെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരൊറ്റ പാർട്ടിയും ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് പാർലമെൻ്ററി പാർട്ടി യോഗം ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ. കാരണം വലിയ റിസ്ക്കാണത്. പാർലമെൻ്ററി പാർട്ടിയിൽ പലവിധ അഭിപ്രായങ്ങൾ വരും, ചില എതിരഭിപ്രായങ്ങൾ വരും. നിങ്ങൾക്ക് പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. ഏതെങ്കിലും 1-2 പേര് പറയുകയാണ്, ഫഡ്നാവിസ് ഒന്ന് വിശ്രമിക്കട്ടെ, അയാളിപ്പോൾ 2ാം തവണയല്ലേ, അയാൾ വേണ്ട, നമുക്ക് ഈ പാർട്ടിയിൽ ആക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വരും. നിയന്ത്രിക്കാൻ പറ്റില്ല. ബട്ട് ആ റിസ്ക് എടുത്തുകൊണ്ട് BJP ലൈവ് ടെലികാസ്റ്റ് നടത്തി. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നാട്ടുകാരെ അറിയട്ടെ എന്ന്. എന്താ ഒരു ആത്മവിശ്വാസം! ഈ ആത്മവിശ്വാസം കേരള BJPക്ക് ഉണ്ടായെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. ഷോ ദ പീപ്പിൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യുവർ പാർട്ടി, ദാറ്റ് ഈസ് ഡെമോക്രസി. നിർമ്മല സീതാരാമനും വിജയ് രൂപാണിയും കൂടെ തീരുമാനിച്ചു, ഞങ്ങൾ ലൈവ് ടെലികാസ്റ്റ് നടത്താൻ പോവാണ്, ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാൻ. എല്ലാവരും യുണാനിമസ് ആയിട്ട് ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മതി. അങ്ങനെ തീരുമാനിച്ച് ദേവേന്ദ്ര ഫഡ്നാവിസിനെ അവരെ BJPയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസാണ്. ഇത് 3-ാം തീയതി 4-ാം തീയതി പ്രഖ്യാപിക്കുന്നു. 5-ാം തീയതി ആസാദ് മൈതാനിൽ സത്യപ്രതിജ്ഞ നടക്കും. നരേന്ദ്രമോദിയും അമിത്ഷായും വരും, മറ്റ് വിശിഷ്ടാതിഥികളെല്ലാം ഉണ്ടാകും പറഞ്ഞ് പന്തലിട്ടിട്ട് സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. ഷിൻഡെ വരുന്നെങ്കിൽ വരട്ടെ, വന്നില്ലെങ്കിൽ പോട്ടെ. ഇതിനിടയ്ക്ക് അജിത് പവാർ പറഞ്ഞു, ഞാൻ ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ കൂടെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഫഡ്നാവിസിൻ്റെ കൂടെ ഉപമുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും, എനിക്ക് തർക്കമൊന്നുമില്ല. ഏകനാഥ് ഷിൻഡെ മിണ്ടാതിരിക്കണ്ടേ? ഏകനാഥ് ഷിൻഡെ പറഞ്ഞു, ദാദാ എന്ന് വെച്ചാൽ അജിത് പവാർ, ദാദായ്ക്ക് നല്ല പരിചയമാണല്ലോ, രാവിലെയും ആണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യും, രാത്രിയിലാണെങ്കിലും ചെയ്യും. അതൊരു കുള്ളിച്ചുള വർത്താനാണ്, പഴയ ചരിത്രം എടുത്തിട്ട്. ഇവർ 2 പേരും മിണ്ടിയില്ല. ദേവേന്ദ്ര ഫഡ്നാവിസും മിണ്ടിയില്ല, അജിത് പവാറും മിണ്ടിയില്ല. ഒരു ചിരിക്കുക മാത്രം ചെയ്തു. ശരി, ഇതെവിടം വരെ പോകും? കാരണം ഷിൻഡെ ഇറങ്ങിപ്പോയാലും ഒരു ചുക്കും വരാനില്ല. 132, 41, പിന്നെയും 170 ചില്ലാനും 200 ചില്ലാനും ആയി. അപ്പോൾ തന്നെ പിന്നെ ഷിൻഡെ എന്ത് ചെയ്യാനാണ്? ഷിൻഡെക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇറങ്ങിപ്പോയാൽ ഷിൻഡെ ഒറ്റയ്ക്കായിട്ട് പോകും. ഷിൻഡെ അപ്പുറത്ത് വീണ്ടും ഉദ്ധവ് താക്കറയുടെ കൂടെ പോയി എന്ന് വയ്ക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് വിലയുണ്ടാകും ഷിൻഡെയ്ക്ക്? കസേര തെണ്ടിപ്പോയവൻ അത് കിട്ടാതെ ആയപ്പോൾ തിരിച്ചു വന്നല്ലേ എന്ന് ഉദ്ധവ് താക്കറെ ചോദിക്കും. എന്തിനാണ് ഷിൻഡെ ഈ അന്തസ്സ് കളഞ്ഞു വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് BJP വേറൊരു സജഷൻ വെച്ചു. ശരി, ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ കീഴിൽ നിങ്ങൾക്കിരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വേറൊരാളെ കൊടുക്കുക, അയാളിരുന്നോട്ടെ. നിങ്ങളൊരു വെറ്ററനായിട്ട് പണ്ട് ബാൽ താക്കറെ ഇരുന്ന പോലെ നിങ്ങളിരുന്നാൽ മതി. അതും പറ്റില്ല. കാരണം ഏകനാഥ് ഷിൻഡെയ്ക്ക് വിശ്വാസമില്ല കൂടെയുള്ളവരെ. ഉദ്ധവ് താക്കറയെ മറിച്ചിടാനായിട്ട് എൻ്റെ കൂടെ വന്നവരാണ് ഈ കക്ഷികൾ, നാളെ എന്നെ ഇവന്മാർ മറിച്ചിടില്ല എന്നുള്ളത് എന്താ ഉറപ്പ്? അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉപമുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ
അവനാകും ശിവസേനയുടെ ഉടമസ്ഥൻ. ഷിൻഡെ പുറത്താകും. ഷിൻഡേക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. ഷിൻഡെ സ്വന്തം സ്റ്റേച്ചർ ഇല്ലാതെയാക്കി. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി എന്നുള്ള സ്റ്റാറ്റസ് ഷിൻഡേക്കുണ്ട്, പക്ഷേ സ്റ്റേച്ചറില്ല. അത് നശിപ്പിച്ചു കളഞ്ഞു. ഇത് ഷിൻഡെ ചെയ്യരുതായിരുന്നു. വില കളഞ്ഞു. മറ്റേ പുള്ളിയാണ് ഉദ്ധവ് താക്കറെ ആണെങ്കിൽ ഇപ്പോൾ ഹിന്ദുത്വം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉദ്ധവ് താക്കറേക്ക് കിട്ടിയ 20 സീറ്റിൽ 10 മുംബൈ കോർപ്പറേഷൻ്റെ ഉള്ളിൽ നിന്നാണ്. 10 50%. ഇപ്പോഴും ഉദ്ധവ് താക്കറെ അവിടെ ഒരു സ്ട്രെങ്താണ് എന്ന് സാരം. ഷിൻഡേക്കും തരക്കേടില്ലാത്ത സ്ട്രെങ്തുണ്ട്. ഷിൻഡയെ കുഴയ്ക്കുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇടയ്ക്കൊരു യോഗത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു, മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെ ചൊല്ലിയുള്ള തർക്കം നടക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു യോഗത്തിൽ അമിത്ഷാ പറഞ്ഞു, നടക്കുന്നതൊക്കെ നടക്കട്ടെ, 2029 BJP പ്രവർത്തകരോടാണ്, 2029 ക്ലീൻ ഭാജപ സർക്കാർ ആനാ ചാഹിയെ, സിംഗിൾ പാർട്ടി ഭരണം മഹാരാഷ്ട്രയിൽ വരണം. ഇതിനർത്ഥം എന്താ? ഷിൻഡെ വിഭാഗത്തെ തിന്നുകളയുമെന്നാണോ? അല്ല. അജിത് പവാറിനെ തിന്നുകളയുമോ? ഇല്ല. ബട്ട് അവരെ തീർത്തും ദുർബലരാക്കും. BJP ഒറ്റയ്ക്ക് ഭരിക്കും. നിങ്ങൾക്ക് 1-2 മന്ത്രിസ്ഥാനമൊക്കെ വരാൻ നമ്മുടെ കൂടെ നിന്നോ? എന്നാൽ തുടക്കം മുതൽ പലരും ഇത് പറയാൻ 132 സീറ്റുണ്ട്, പിന്നെ അജിത് പവാറിൻ്റെ 41 സീറ്റുണ്ട്, നിങ്ങളങ്ങ് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം തുടങ്ങിയിട്ട് ഷിൻഡെ പോയി പാട് നോക്കട്ടെ, അയാളോട് പോകാൻ പറ. കണക്ക് ശരിയാണ്. പക്ഷേ BJP നോക്കിയത് അങ്ങനെയല്ല. കേന്ദ്രത്തിലെ ഘടകകക്ഷികൾക്ക് എന്ത് സിഗ്നലാണ് ഇതിൽ നിന്ന് പോകുന്നത്? ജയിച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമോ എന്തെങ്കിലും അനാവശ്യമോ എന്ന് തോന്നില്ല, അതിൻ്റെ പേരിൽ സ്വന്തം കൂട്ടുകാരെ പുറത്താക്കുന്ന ടീമാണ് BJP എന്നൊരു മെസ്സേജ് കേന്ദ്രത്തിലുള്ളവർക്ക് കിട്ടും. ചിരാഗ് പാസ്വാൻ പേടിയാവും, ഇവരെന്നെ പുറത്താക്കുമോ? ജിതൻ റാം മാഞ്ചിക്ക് പേടിയാവും, പുറത്താക്കുമോ? എന്തിന്? നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു ആ ഷിൻഡെ വഴിയിൽ കളഞ്ഞുണ്ടോ? ഞാൻ കണ്ടു, അത് നമുക്കൊരു സിഗ്നലല്ലേ, ഇച്ചിരി സൂക്ഷിച്ച്. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാകും. ഇതുകൊണ്ടാണ് ഷിൻഡെയോട് പോടാപുല്ലെന്ന് പറയാതിരുന്നത്. പോടാപുല്ലെന്ന് പറയാൻ എളുപ്പമാണ്, മഹാരാഷ്ട്രയിലെ കണക്ക് വെക്കും. ബട്ട് ഡൽഹിയിലെ കണക്കിൽ സംശയം വരും. വെറുതെ സംശയം, ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. ബട്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന് ചിരാഗ് പാസ്വാൻ മുതൽ ചന്ദ്രബാബു നായിഡു വരെ ചിന്തിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷിൻഡേക്ക് ഇഷ്ടംപോലെ സമയം കൊടുത്തതും ഷിൻഡെ പറഞ്ഞതെല്ലാം ചെയ്ത്. ഷിൻഡെ പറഞ്ഞു, എനിക്ക് ആഭ്യന്തര വകുപ്പ് വേണം. പറ്റില്ല. അല്ലാതെ നിങ്ങൾ ഉപമുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആഭ്യന്തരം എന്തുമായിക്കോട്ടെ, ആഭ്യന്തരം തരാൻ സാധ്യമല്ല. ആ കണ്ടീഷനിൽ ഉറച്ചു നിന്നു. ഇപ്പോൾ മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ ഏകനാഥ് ഷിൻഡെയെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇങ്ങനെയൊക്കെ പെരുമാറിയ ഒരാളിനെ ഈ ഒരു സിറ്റുവേഷനിൽ ഗ്രേസ്ഫുള്ളി BJPയുടെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ വർദ്ധിപ്പിക്കുന്നതിന് പകരം അത് ബാർഗെയിൻ ചെയ്യാനായിട്ട് ലൂസിങ് ഗെയിമാണെന്ന് അറിഞ്ഞുകൊണ്ടും പിന്നെയും ബലം പിടിക്കുകയും മുങ്ങുകയും ആശുപത്രി പോവുകയും ഒരുപാട് ചീപ്പ് പരിപാടി നടത്തുകയൊക്കെ ചെയ്തത് അത് മഹാമോശമായിപ്പോയി. ഇപ്പോൾ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പാണ് അടുത്തത് മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്നത്. BMC എന്ന് പറയുന്ന ആ 10,000 കോടികളുടെ ലക്ഷം കോടികളുടെ ബിസിനസ് നടക്കുന്ന ആ സാധനം, ആ കോർപ്പറേഷൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാശുകാരുടെ കോർപ്പറേഷൻ, അതാണ് ശിവസേനയുടെ ചോറ്. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. അത് ബാൽ താക്കറയുടെ കാലം മുതൽ അങ്ങനെയാണ്. ബോംബെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വരുമാനം, അതിനകത്തുള്ള അഴിമതി, കത്തിക്കുത്ത്, അധോലോകം, സിനിമ, മയക്കുമരുന്ന്, എന്താ മുംബൈയിലില്ലാത്തത്? വെറുതെ അല്ല ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം. വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വൃത്തികേടുകളുടെയും കൂട് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ ശിവസേനയ്ക്ക് അപ്പർ ഹാൻഡുള്ളതാണ്. ഇനി അതും കൂടെ കളഞ്ഞു കുളിച്ചാൽ നമ്മളുടെ അമിത്ഷാ അങ്ങനെ വെറുതെ പറയില്ലല്ലോ, നമുക്കൊരു സിംഗിൾ പാർട്ടി ഭരണം വേണം. അതൊരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പറഞ്ഞതുമല്ല. ഒരുപക്ഷെ അടുത്ത കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്
മുന്നിൽ കണ്ട് പറഞ്ഞതായിരിക്കും. ഈ കോർപ്പറേഷനും കൂടെ BJPയുടെ കയ്യിലായി കഴിഞ്ഞാൽ എന്താവും ഏകനാഥ് ഷിൻഡെയുടെ അവസ്ഥ, ഉദ്ധവ് താക്കറെയുടെ അവസ്ഥ പറയുകയും വേണ്ട. അതുകൊണ്ട് BJPക്കാർ ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ മനസ്സിലാക്കി കാണും ഏകനാഥ് ഷിൻഡെ ആരാണെന്ന്. ഒരു അടിക്കുറിപ്പ് കൂടെ ഞാൻ പറയാം. ദേവേന്ദ്ര ഫഡ്നവിസ് വെറും കുഞ്ഞാടൊന്നുമല്ല. ദേവേന്ദ്ര ഫഡ്നവിസിനെ പറ്റി മഹാരാഷ്ട്രക്കാർ പറയുന്നത് അടിച്ചാൽ കരയാൻ സമയം കൊടുക്കാത്ത ആളാണെന്നാണ്. അടിക്കില്ല ദേവേന്ദ്ര ഫഡ്നവിസ്, പക്ഷെ അടിച്ചാൽ അടി കൊണ്ടവന് കരയാൻ പോലും സമയം ഉണ്ടാവില്ല. ആ രീതിയിൽ അടിക്കുന്നവനാണ്. ഷിൻഡെ എങ്ങനെയൊക്കെ പെരുമാറി, എങ്ങനെയൊക്കെ അപമാനിച്ചു എന്നുള്ളത് മനസ്സിൽ ദേവേന്ദ്ര ഫഡ്നവിസ് നമ്പറിട്ട് വയ്ക്കും. അതുകൊണ്ടൊരു അണീസി കാമായിരിക്കും ഈ മന്ത്രിസഭയിൽ. എന്നാൽ ഫഡ്നവിസിന് അജിത് പവാറുമായിട്ട് നല്ല അടുപ്പമുണ്ട്, നല്ലൊരു വൈബുണ്ട്, ഒരു ഫ്രീക്വൻസി മാച്ചുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ തീരുമാനമെടുക്കുകയും ഈ ആശാൻ ഏകനാഥ് ഷിൻഡെ എപ്പോഴും ഒരു റിബലായിട്ട് നിൽക്കുകയും തക്കം കിട്ടിക്കഴിയുമ്പോൾ കരയാൻ സമയം കൊടുക്കാതെ ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ അടി വാങ്ങുകയും ചെയ്യും. ഇതിനൊന്നും ഏകനാഥ് ഷിൻഡെ പോകരുതായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ പലപ്പോഴും അനുഭവങ്ങൾ കൊണ്ട് മനുഷ്യൻ പഠിക്കുകയുള്ളൂ. കാൽക്കുലേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ബോധമുള്ളവർ പറയുന്നതുകൊണ്ട് അങ്ങനെയൊന്നും മനസ്സിലായി. ഈ പ്രശ്നത്തിൽ മഹാരാഷ്ട്രയിലെ ഓൾ വെറ്ററൻസ് ഇടപെട്ടതാണ് ഏകനാഥ് ഷിൻഡെയെ ഉപദേശിക്കാനായിട്ട്. അത്യപൂർവമേ RSS ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുള്ളൂ. ബട്ട് RSSൻ്റെ വളരെ സീനിയറായിട്ടുള്ള മഹാരാഷ്ട്രയിലെ 2 നേതാക്കൾ ഗോപ്യമായിട്ട് ഏകനാഥ് ഷിൻഡെയെ പോയി കണ്ടു, ഇങ്ങനെ പെരുമാറരുത്, ഇത് മോശമാണ്, നിങ്ങളുടെ മാനമാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പെരുമാറരുത് എന്ന് പറഞ്ഞിട്ടും ഏകനാഥ് ഷിൻഡെ കേട്ടില്ല. ഇനിയിപ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ വിധി പോലെ വരും. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ വിധി. അദ്ദേഹം ഡൽഹിയിൽ ഓടിപ്പോയി മോദിയോടോ അമിത്ഷായോടോ പരാതി പറഞ്ഞാൽ പോലും അവർ ഗൗരവത്തോടെ എടുക്കുമായിരുന്നു നേരത്തെ മാന്യമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ. ഇന്നിപ്പോൾ അത് സാധ്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയത്തിൽ ജയിച്ചാലും പ്രശ്നമാണ്, തോറ്റാലും പ്രശ്നമാണ്, അല്ലേ? താങ്ക് യു.